ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്ത് കളയാന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാലിഡിറ്റിയുള്ള RC ക്യാൻസൽ ചെയ്ത് കളയുക ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ അതൊരു ഒരു മോട്ടോർ കാർ അല്ലാത്ത രീതിയിലാവും. പിന്നെ അതിന് ഇരുമ്പിൻ്റെ വിലയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് കൊണ്ടുവരിക അല്ലാതെ മറ്റു മാർഗ്ഗം ഇല്ല അതിനകത്ത്. നമ്മൾ നേരത്തെ ആലപ്പുഴയിലൊക്കെ ചെയ്തതുപോലെ. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ലൈസൻസും ഡിസ്ക്വാളിഫൈ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഞാനിപ്പോൾ തൽക്കാലം 1 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 1 വർഷത്തേക്ക് റോഡിൽ വാഹനമായിട്ട് ഇറങ്ങാൻ പാടില്ല, അദ്ദേഹം ഇറങ്ങാൻ പാടില്ല. പിന്നെ ഇത് റദ്ദ് ചെയ്യുന്നുണ്ട്. ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ഞായറാഴ്ച രാവിലെ ഒരു 11-12 സംഭവം നടക്കുന്നത്. അപ്പോൾ ഈ വണ്ടിയിൽ നേരത്തെ ഇങ്ങനൊരു സാധനം പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എക്സോസ്റ്റിലൂടെ ഫ്ലെയിം പറപ്പിക്കുന്ന ഒരു സാധനമാണ്. അതിനുള്ള കിറ്റുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ചില ഉടായ്പ് ആപ്പുകളിലൊക്കെ അത് ലഭ്യമാണ്. പിന്നെ അതന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. ഇതിൻ്റെ പരിപാടി ഇത് എക്സോസ്റ്റ് പൈപ്പിൽ ഇത് പിടിപ്പിക്കുകയും അതുപോലെ തന്നെ എഞ്ചിനകത്തുനിന്ന് ഈ കത്താതെ വരുന്ന വാതകത്തെ കടത്തി വിട്ടിട്ട് അവിടെ വെച്ചൊരു സ്പാർക്ക് പ്ലഗ് വെച്ചിട്ട് തീയാക്കി പുറത്തേക്ക് ചീറ്റിക്കുന്ന ഒരു സംവിധാനമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇത് വളരെ അപകടകരമാണ്. കാരണം ഇത് ഒന്നാമത് ഇങ്ങനെ വണ്ടി പോകുന്ന സമയത്ത് ഇങ്ങനെ തീ ആളിപ്പെട്ടിരുന്ന കണ്ടാൽ ആൾക്കാർ ഭയക്കും. അത് അപകടത്തിലേക്ക് ലീഡ് ചെയ്യും. അതുകൂടാതെ ഇവർ ചെയ്യുന്ന ഇതിൻ്റെ ഒരു എമിഷൻ ഇത് ഈ കറ്റലിക് കൺവേർട്ടർ വഴി കടന്നു വരാത്തത് കൊണ്ട് വളരെ അപകടകരമായ വാതകമാണ്. ഇത് അങ്ങനെ കത്തിക്കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക് പുകയും പടലങ്ങളും ഒക്കെ ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ മൈലേജിനെ ബാധിക്കും, എഞ്ചിൻ്റെ കപ്പാസിറ്റിയെ ബാധിക്കും. പിന്നെ ഈ വണ്ടി തന്നെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥയിൽ കത്തിപ്പോകാനും ഒക്കെ വളരെ സാധ്യതയുള്ള. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കാതെയാണ് ചെറുപ്പക്കാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ വണ്ടി അന്നേ ദിവസം തന്നെ രാത്രി ഏകദേശം ഞങ്ങൾ ലൊക്കേറ്റ് ചെയ്തിരുന്നു. ഇവർ നമ്പർ പ്ലേറ്റൊക്കെ മറച്ചു വെച്ചിരിക്കുക. ഈ നിയമലംഘനത്തോടൊപ്പം തന്നെ ഇവർ നമ്പർ പ്ലേറ്റ് എപ്പോഴും മറച്ചു വെച്ചാൽ ഇവർ ഈ വാഹനം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഒരു പർട്ടിക്കുലർ വായിക്കൾ ഞങ്ങൾ അയാളുടെ ഇൻസ്റ്റ ID വഴിയൊക്കെ അവർ കൊളാബ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസിലൂടെ കയറി പോയി ഞങ്ങളിത് കണ്ടുപിടിച്ചു. പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഇതിലേക്ക് എത്താൻ കഴിഞ്ഞു. അയാളുടെ പടവും അയാൾ വണ്ടി ചാരിക്കുന്ന പടവും ഇത് ചെയ്ത വർക്ക്ഷോപ്പും അതിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. ട്രിവാൻഡ്രം കൊല്ലം ബോർഡറിലാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഞങ്ങൾ അവരുടെ വീടും പരിസരത്തും ഒക്കെ പോയി അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനാണ് അയാൾ. 2024 ഈ വണ്ടി എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അതിനുശേഷം ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അതിനു മുമ്പ് ഇപ്പം നിലവിൽ ആ വണ്ടിക്ക് 11 ചെല്ലാനുകളുണ്ട്. ഇപ്പോൾ 3-4 ചെല്ലാനുകൾ ഇതേപോലെ ഓൾട്രേഷന് തന്നെ അൺഓതറൈസ്ഡ് ആയിട്ട് വണ്ടി ഓൾട്ടർ ചെയ്ത് അപകടകരമായിട്ട് ഓൾട്ടർ ചെയ്തതിനാണ് നിലവിൽ ചെല്ലാൻ പെൻഡിങ് ഉണ്ട് താനും. ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇദ്ദേഹത്തിന് ഇന്നലെ ഞാനൊരു വാർണിംഗ് കൊടുത്തിരുന്നു. ഇന്നലെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന് പറയാനുള്ള കേട്ടു ഞാൻ. അദ്ദേഹം പറയുകയുണ്ടായി എനിക്ക് തെറ്റുപറ്റിപ്പോയി, ഞാൻ വാഹനം 1 മണിക്കൂർ സറണ്ടർ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അദ്ദേഹത്തിനെ വിളിച്ചപ്പം ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം മൊബൈൽ ഓഫ് ചെയ്ത് കളഞ്ഞു പോയത്. പക്ഷേ അദ്ദേഹം മൊബൈൽ ഓഫ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പരിസരത്ത് എത്തിക്കഴിഞ്ഞു. വണ്ടി സറണ്ടർ ചെയ്യിക്കും. ഏതാണ്ട് 1 മണിക്കൂറിനകത്ത് വണ്ടി ആ പരിസരത്ത് തന്നെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻറ്റിമേഷൻ ഉണ്ട്. വണ്ടി സറണ്ടർ ചെയ്യും. സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രജിസ്ട്രേഷൻ അതൊന്നും അഴിച്ചു മാറ്റാനും വേണ്ടിയിട്ട് ആ ഒരു വെയിറ്റ് ചെയ്യുന്നത്. പക്ഷേ അഴിച്ചു മാറ്റുന്നതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എല്ലാ തെളിവുകളും പൂർണ്ണമായിട്ടും നമ്മുടെ കയ്യിലുണ്ട്. ഏത് കിറ്റാണ് ഉപയോഗിച്ചിരിക്കുന്ന അടക്കമുള്ള വിവരം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അഴിച്ചു മാറ്റി കൊണ്ടുവന്നാലും നമുക്ക് പ്രശ്നമല്ല. കാരണം ക്ലിയർ കട്ടുള്ള വീഡിയോയും വിഷൻസും ഒക്കെ ഞങ്ങളുടെ കണ്ട്. ഇതേ കാരണത്താൽ തന്നെ ഇതിനു മുമ്പ് ഞങ്ങളുടെ ഒഫീഷ്യൽസ് ഇവർക്ക് ചെല്ലാൻ അടിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് കുറ്റകൃത്യം ഗൗരവമുള്ളതാണ്. അതൊരു പ്രശ്നമാവുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവം ഏറ്റവും കൂടുന്നത്. ഒരു പക്ഷേ മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ സാധാരണക്കാർ നടന്നു പോകുന്നിടത്തേക്കൊക്കെ ഇത് ചീറ്റുന്നത്. ആൾക്കാരെ ഭയപ്പെടുത്താനൊരു ഉദ്ദേശം കൂടി ഇവർക്കുണ്ട്. വിജനമായ സ്ഥലത്ത് ചെന്നിട്ട് പെട്ടെന്ന് ഒരാളിനെ ഭയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഒരു സംഗതിയായിട്ടും ഇതവർ ഉപയോഗിക്കുന്നുണ്ട്. ഇത് വളരെ മോശപ്പെട്ട നിരവധിയായ വാഹനങ്ങൾ ഇതുണ്ട്. പക്ഷേ ഇത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയും വീഡിയോ വഴിയും ക്ലിയർ കട്ടായിട്ട് കിട്ടിയത് കൊണ്ടാണ് നമുക്കിതിലേക്ക് പെട്ടെന്ന് എത്താൻ കഴിഞ്ഞത്. നമ്മളൊരു ഗ്ലാൻസിലൊക്കെ ഇത് കണ്ടു പോകുമ്പോൾ അവരെ പിടിക്കാനൊക്കെ പ്രായോഗികം പാടാം. പക്ഷേ ഇതിപ്പോൾ വീഡിയോസ് ഉള്ളതുകൊണ്ട് നമുക്ക് സഹായകരമായി. അതുപോലെ ഞങ്ങളിപ്പോൾ അത് ഇൻസ്റ്റാഗ്രാമൊക്കെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇത്തരം ആൾക്കാരെ കണ്ടെത്താനായിട്ട്. ആക്ഷൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്ത് കളയാന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ വാലിഡിറ്റിയുള്ള RC ക്യാൻസൽ ചെയ്ത് കളയുക ഉദ്ദേശിക്കുന്നത്. അതായത് പിന്നെ അതൊരു ഒരു മോട്ടോർ കാർ അല്ലാത്ത രീതിയിലാവും. പിന്നെ അതിന് ഇരുമ്പിൻ്റെ വിലയുള്ളൂ. സ്വാഭാവികമായിട്ടും അത് കൊണ്ടുവരിക അല്ലാതെ മറ്റു മാർഗ്ഗം ഇല്ല അതിനകത്ത്. നമ്മൾ നേരത്തെ ആലപ്പുഴയിലൊക്കെ ചെയ്തതുപോലെ. പിന്നെ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ലൈസൻസും ഡിസ്ക്വാളിഫൈ ചെയ്യുക. അദ്ദേഹത്തിൻ്റെ ലൈസൻസ് ഞാനിപ്പോൾ തൽക്കാലം 1 വർഷത്തേക്ക് ഡിസ്ക്വാളിഫൈ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. 1 വർഷത്തേക്ക് റോഡിൽ വാഹനമായിട്ട് ഇറങ്ങാൻ പാടില്ല, അദ്ദേഹം ഇറങ്ങാൻ പാടില്ല. പിന്നെ ഇത് റദ്ദ് ചെയ്യുന്നുണ്ട്. RC ബുക്ക് റദ്ദ് ചെയ്യുന്നുണ്ട്. RC ബുക്ക് റദ്ദ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സാധാ ഇരുമ്പായി. പിന്നെ അത് മോട്ടോർ വെഹിക്കിൾ അല്ല, പിന്നെ റോഡിൽ ഉപയോഗിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഗൗരവ സ്വഭാവമുള്ള നടപടിയാണ് എടുക്കാൻ പോകുന്നത്.